ഗുരുതരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബിജു ആണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ സന്ധ്യയെ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ നൽകണം എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് ഒരു പുലർച്ചെ 4:10 മണിയോടുകൂടി ഉണ്ടായ അപകടമാണ്. പുലർച്ചെ ഒരു 4:50 ബിജുവിനെ പുറത്തെടുക്കാനായത്. 3:30 സമയത്തോടു കൂടിയാണ് സന്ധ്യയെ പുറത്തെടുക്കാനായത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീടാണ്. ഒരു വീട് എങ്ങനെയാണ് പൂർണ്ണമായും ഇല്ലാതായി പോയിരിക്കുന്നത് എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിനുള്ളിലേക്കൊക്കെ ടോർച്ചടിച്ച് നോക്കുകയാണ്. രാത്രി ഉണ്ടായ രക്ഷാപ്രവർത്തനമൊക്കെ ഏത് വിധത്തിലാണ് മുന്നിലേക്ക് പോയത്, എത്രത്തോളം ദുർഘടമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടതാണ്. ആ കോൺക്രീറ്റ് ബീം അത് ബിജുവിൻ്റെ മുകളിലേക്കായിരുന്നു വീണ് കിടന്നിരുന്നത്. ബിജുവിനെ ജീവനോടെ രക്ഷിക്കാനായില്ല, പുറത്തെടുക്കാനായില്ല. സന്ധ്യ ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിലാണ്. ബിനിൽ വിവരങ്ങളുമായി അവിടെ നിന്നും തുടരുന്നുണ്ട്. ബിനിൽ, നമ്മൾ ഈ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അതിനിടയിൽ സന്ധ്യയ്ക്ക് ഇപ്പോൾ വിദഗ്ധ ചികിത്സ വേണം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. സന്ധ്യയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഓർക്കുകയായിരുന്നു, ഇനി വേദനിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ള മാറി താമസിച്ചിരുന്ന പലരും ഇപ്പോൾ മാറി താമസിക്കുകയായിരുന്നല്ലോ, അവരിനി ആ പ്രദേശത്തേക്ക് വരുമ്പോൾ അവർക്ക് മുന്നിലുള്ള കാഴ്ച അതാണ് ഇനി വേദനിപ്പിക്കുന്നത്. ഇത്രയും നേരം നമ്മളടുത്ത് സംസാരിച്ചവർ തന്നെ പറയുന്നത് നമുക്ക് കേട്ട് നിൽക്കാനാകുന്നില്ല. അങ്ങനെ ഓരോരുത്തരും ആ പ്രദേശത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, അവരുടെ ആ വേദനയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്ത് പരിഹാരം ഇനി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അതുകൂടിയല്ലേ പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് താമസിക്കുന്ന 24 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അവർ തീർത്തും സാധാരണക്കാരാണ്. നമുക്ക് ആ വീടുകളിൽ നിന്നെല്ലാം നോക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും. അതായത് പലരും കൂലിവേലയൊക്കെ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മുന്നിലാണ് ഈ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്നാണ്. പലരും ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം ക്യാമ്പുകളിൽ നിന്ന് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്നു. ഈ നിങ്ങൾ ക്യാമ്പിൽ പോയ ശേഷമാണോ നിങ്ങൾ ഇത് അറിയുന്നത്? അല്ല, ക്യാമ്പിൽ പോയ ശേഷമാണ് ഇത് ഇടിയെന്ന് അറിയണത്. ഞങ്ങളടുത്ത് ഒരു ഉച്ചയായിപ്പോൾ ഒന്ന് പറഞ്ഞു, മാറിക്കോളം പറഞ്ഞു. 2 പോലീസുകാർ വന്നപ്പോൾ സാർമാർ വന്ന് മാറിക്കോളം പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് അത്രയും ഇതാക്കിയില്ല. പിന്നെയാണ് ഇവിടെ വിള്ളൽ സംഭവിച്ചിട്ടൊന്നുള്ള അറിയണത്. ഞാൻ മെമ്പർ, അതുപോലെ 2-3 പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിള്ളൽ പൂർണ്ണമായിട്ട് ഭയങ്കര വിള്ളൽ ഞങ്ങൾ കണ്ടു. ഈ കണ്ടിട്ട് ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങൾ റോട്ടിൽ അവിടെ നിന്ന് പറഞ്ഞു, ഇത് സംഭവം ഇന്നൊരു തുള്ളി മഴ പെയ്തിട്ടില്ല, ഇത് ഇടിയാൻ കാരണം വേറെ ഒന്നുമല്ല സാറ്. നമ്മുടെ ഇവിടുന്ന് JCB കിറ്റാച്ചി കയറ്റിയിടിക്കുക ചെയ്ത് മേളിൽ നിന്ന് വഴി വെട്ടി കയറ്റിയ വിള്ളലിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടി കിറ്റാച്ചി കയറ്റിയിടിക്കുക ചെയ്ത്, അല്ലാണ്ട് ഇടിയില്ലായിരുന്നു. അങ്ങനെ ഇടിഞ്ഞു പോകുന്നത്. അതായത് ലൂസായിരുന്ന ആ മലയുടെ മേളിലേക്ക് വീണ്ടും ഹിറ്റാച്ചി കൊണ്ട് കയറ്റി. അത് തന്നെ, അതാണ് ഇടിയാൻ പൂർണ്ണമുള്ള കാരണം. അല്ലാണ്ട് ഇടിയില്ലായിരുന്നു. കാരണം വിള്ളൽ ഒരാൾ ഇറങ്ങാവുന്ന വിള്ളൽ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്താൽ പൂർണ്ണമായിട്ട് പോരുമായിരുന്നു. ഇത് കിറ്റാച്ച് കയറ്റി ഇടിച്ച് പോകുന്നതാണ്. രണ്ടാമത് ഈ വിള്ളൽ അനുഭവപ്പെട്ടിട്ട് അവിടുന്ന് മണ്ണെടുത്ത് പോരാൻ വേണ്ടി വഴി വെട്ടാൻ വേണ്ടി കയറിയത്. കിറ്റാച്ച് കയറ്റി ഇടിച്ച് പോകുന്നത് ഇത് ഇവർക്ക് അറിയാമായിരുന്നു. റോഡ് പണിക്കാർ അവർക്കൊരു അറിയാൻ പറ്റില്ല. അവർ എങ്ങനെയാണെന്നൊരു കോൺട്രാക്ടർക്ക് അറിയാലോ ഇത് പോരോ ഇല്ല എന്നുള്ളത്. കാരണം ചതപ്പായിട്ട് കിടന്ന മണ്ണാത്. ഇനിയും പോരാൻ കിടക്കണം. ഒന്നും പോന്നിട്ടില്ല, ചെറിയൊരു മൂല അങ്ങ് പോകുന്നുള്ളൂ. ഇനി ചുറ്റിനും കിടക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭീഷണിയിലാണ്. അതായത് നിങ്ങളുടെ വീടാണിത്, ഈ വീടടക്കം വലിയ ഭീഷണിയിലാണ്. ഇത് ഫുൾ ഇതല്ലേ, ഈ കോളനി മൊത്തം ഭീഷണിയില്ല. ആ മഴയത്താണ് ഇത് പോരുന്നെങ്കിൽ നമ്മുടെ ടൗൺ വരെ ഇത് മണ്ണ് കിടക്കും. വെള്ളം അടിമാലി ടൗണിലേക്ക് വരെ ഇത് ഒഴുകിപ്പോരും. ഇത് കറക്കപ്പുറ ഒഴുകിപ്പോരും. മഴയത്താണ് വരുന്നെങ്കിൽ വെള്ളവും മണ്ണും കൂടി അങ്ങോട്ട് പോരും. മഴയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഈ ദുരന്തം ഇത് ഇവിടെ നിന്നത്. അല്ലേ ഇത് ഈ ദുരന്തമായിട്ട് വരില്ലായിരുന്നു. കിറ്റാച്ച് കയറ്റി ഇടിച്ച് പോകുന്നത്. കിറ്റാച്ച് കയറ്റി വഴി വെട്ടി കിറ്റാച്ച് കയറ്റി ഇടിച്ച് കൊണ്ടുവന്ന ദുരന്തം ഇപ്പം ഈ സംഭവിച്ചേക്കണം. ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ഈ വീട്ടിൽ 6 പേര്. 6 പേരും ഇന്നലെ വൈകിട്ട് ക്യാമ്പിലേക്ക് പോയായിരുന്നു. ഇവിടെ എല്ലാവരും തന്നെ ക്യാമ്പിലേക്ക് പോയായിരുന്നു. പോവാത്ത അവർ തറവാട്ടിലേക്ക് പോയിട്ട് ഇപ്പം മരണപ്പെട്ട അവർ ബീച്ചേട്ടൻ തറവാട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ സംഭവിക്കണം. ബാക്കി എല്ലാവരും ക്യാമ്പിലേക്ക് പോയായിരുന്നു.
നമുക്ക് ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു ദൈന്യത തന്നെയാണ് കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമ്പാദ്യമാണ് ഈ വീടെന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വലിയ ഒരു ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണല്ലേ? അത് ചോദ്യം തന്നെയാണല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് പൂർണ്ണമായിട്ട് ആ ചോദ്യത്തിൽ തന്നെയാണ് നിൽക്കണം. ഞങ്ങൾ ഇനി മുന്നോട്ടേക്കുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് അതറിയില്ല.